ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിരാദി. അപ്പോൾ ഹൽദിയുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനൊരു വോയിസ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വോയിസ് ഇടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്താണ്, ഇതിൽ ഞാൻ പാട്ട് വെച്ച് നോക്കുമ്പോൾ ഫുൾ പാട്ട് കോപ്പിറൈറ്റാണ് വരുന്നത്. അപ്പോൾ പണി കിട്ടി. അപ്പോൾ എൻ്റെ ഹൽദി 2ലേക്ക് വായോ. അപ്പോൾ 2 ബ്രൈഡും 1 ഗ്രൂമും, അതായത് എൻ്റെ ചെക്കൻ്റെ പെങ്ങളും രണ്ടാളെ കല്യാണമാണല്ലോ. അപ്പോൾ ഒരു എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷനാണ്, പൊന്നൂനും ഭയങ്കര ടെൻഷനാണ്. എനിക്ക് പിന്നെ അവർ വന്നപ്പോൾ ഞാൻ ഫുൾ നല്ല അടിപൊളി കൂളായിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൂളാണ്. അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മളെ കസിൻസൊക്കെ വന്ന് അവിടെ ഒരു ഓറഞ്ച് ടീഷർട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടു. അതാ അവനാണ് ഇതിൻ്റെ ഒക്കെ. അപ്പോൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ പൊന്നു ചേച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ. അപ്പോൾ അവൾ ബ്രൈഡാണല്ലോ, അപ്പോൾ നമ്മുടെ 3 ആൾക്കാണല്ലോ ഹൽദി. അപ്പം അങ്ങനെ ഇവരൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിച്ചു. ഇപ്പോൾ അച്ചോട്ടനാണെങ്കിൽ പേടിയായിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അച്ഛനാണ്. എന്തായാലും വരലാന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് പൊന്നു, പക്ഷെ ഞാൻ വരുത്തുമല്ലോ. അയ്യോ, അങ്ങനെ നമുക്ക് ഭയങ്കര ധൈര്യം കിട്ടി ഗൈസ്. ഞാൻ കൂളായിട്ടോ, ഞാൻ നല്ലോണം കൂളായി. ഇവിടെ ഒക്കെ നല്ല സോങ് ആയിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് കാരണം എനിക്കത് ഇടാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഏതായിരുന്നു പാട്ട്, നല്ല ചെക്കൻ്റെ കല്യാണത്തല ആ സൈനായിരുന്നു. പക്ഷെ പാട്ടിടാൻ പറ്റിയില്ല, കോപ്പിറൈറ്റ് അച്ചോട്ട് കണ്ടോ. ഈ കയറി വരുന്നവനാണ് ഇതിൻ്റെ ഒക്കെ മെയിൻ കേട്ടോ. ഇതിൻ്റെ ഒക്കെ പരിപാടിൻ്റെ ഫുൾ കോർഡിനേറ്റർ. ഈ പരിപാടി, എൻ്റെ വെഡ്ഡിങ് തലേ ദിവസം സോങ് ഒക്കെ ചങ്ങായി ഉള്ളതുകൊണ്ടാണ് കേട്ടോ എത്ര വൈബായത്. വേറെമാരും മേച്ചിമാർക്കൊന്നും വരാൻ പറ്റില്ല, ഒക്കെ എല്ലാവരും പുറത്ത്. അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബായിരുന്നു. ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൂളായിട്ടോ എല്ലാവരും. ചേച്ചിയാണ് കേട്ടോ എൻ്റെ കേക്ക് ചേച്ചിയാണ് ചെയ്തത്, നിഷ ചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും മുഖത്തൊക്കെ വരും. ഈ മധുരം കഴിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അതാവും കണ്ട വീട്ടില്ലടാ ഹളിയ. ഞാൻ അച്ഛനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, അങ്ങനെയാണ്. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ വീണ്ടും കോപ്പിറൈറ്റ് വന്നത് കൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനൊരു മൊമെൻ്റ് നമുക്ക് സ്വന്തം ഫീല് കൂളായി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫീല് നമുക്ക് എൻ്റെ കല്യാണം, എൻ്റെ ഹൽദി എന്ന് വരുമ്പോൾ നമുക്കൊരു ആ ഒരു ഫീൽ അനുഭവിച്ചവർക്ക് നല്ലോണം അറിയാം. ഇത് അതിലൂടെ ഓടി നടക്കുന്ന ഒരു ചെറുതിനെ കണ്ടോ, എൻ്റെ ഏട്ടൻ്റെ വാവയാട്ടോ. വേറെ ഒന്നുകൂടെ ഉണ്ട്, ചേച്ചിയുടെ കുട്ടിയുണ്ട്, ഇപ്പോൾ കാണുന്നില്ല. ഇതെൻ്റെ ഇളാച്ചനാണ്. അപ്പോൾ നിങ്ങൾ 3 ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഈ ഏറ്റവും ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മധുരം കഴിക്കുന്നതായിരുന്നു. ഒരു ലിമിറ്റ് വരെ നമുക്ക് കഴിക്കാൻ പറ്റത്. കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഞങ്ങൾ പിന്നെ ഫുള്ള് വൈബായിരുന്നു, എൻ്റർടൈൻമെൻറ്റ്. വരുന്നുണ്ട്, ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പറയില്ല, പറഞ്ഞ എന്നെ കൊല്ലും. മഞ്ജിമ, അത് മതി. അതാ എൻ്റെ ശ്രീകുട്ടി വന്ന് എല്ലാവർക്കും തൊട്ട് കൊടുത്തു. എല്ലാവരും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ധാർധന്യ, ചക്കര, കാർത്തു ഒക്കെ എല്ലാവരും വരുന്നുണ്ട്. മൊളി എല്ലാവരും വരുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഓടുക റെഡിയായിട്ടാ. ഇതാ എൻ്റെ ചേച്ചിയുടെ കുട്ടി.
ഒരു രണ്ടാളും ഒന്നിച്ചാണ് കേട്ടോ അന്ന്. അത് എൻ്റെ അമ്മേൻ്റെ ചേച്ചി അതാ അപ്പുറത്തെ സൈഡിൽ. പിന്നെന്താ ഇത് എൻ്റെ വേറെ ചേച്ചി നിഷിത ചേച്ചി. ആ രണ്ടാമത്തെ ചേച്ചിയുടെ മോളാണ് ആ ലൈറ്റ് പിങ്ക് ഇട്ട കുട്ടി. അയ്യോ എല്ലാം ലൈറ്റാണല്ലോ. അല്ല അത് തൊട്ടപ്പുറത്ത് ഇതാ എൻ്റെ അനിയത്തി സുന്ദരി വരുന്നു. ചേച്ചീൻ്റെ വേറെ മോനാണത്. എൻ്റെ മാമൻ്റെ മോളത് എല്ലാവർക്കും അറിയാമല്ലോ, അതൊന്നും പറയണ്ടല്ലോ. പക്ഷേ അയ്യോ എൻ്റെ ഇളയമത് അതിലൂടെ പോകുന്നു. എല്ലാവരെയും ഞാനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ കൈമിലൊക്കെ ആയിട്ട്. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അച്ചോട്ടനും പൊന്നുച്ചിക്കും. പിന്നെന്താ അച്ചോട്ടൻ്റെ ഓരോരോ വാക്കും ചളികളും ചിരി വരും കേട്ടോ. ഓരോരോ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ പൊന്നുച്ചിൻ്റെ പറ അമ്മമ്മ ഇപ്പോൾ എനിക്ക് തരും കേട്ടോ. അമ്മമ്മക്ക് ഇഷ്ടമാണ് കേട്ടോ. അച്ചോട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നുച്ചിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ 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 കണ്ടോ. വേറെ മീറ്റയും കൂടെ ഉണ്ട്. സ്റ്റേജിൽ വന്നിട്ടില്ലാന്ന് തോന്നുന്നു. മണ്ണൂട്ടി വരുന്നത് വേറെ ഇതാണ്ട് പരിചയപ്പെടുത്താനുള്ള ഒരാൾ വരുന്നു. ഇതാണ് നമ്മുടെ ഫുൾ വീഡിയോ ക്യാമറമാൻ. അവിടെ നിൽക്കുന്നതാ. ഇവിടെ ഇവർക്കും പ്രിയങ്കരനായ സുമുഖനായ നമ്മുടെ ബിജുട്ടൻ. അവനാണ് എനിക്ക് ഫുൾ കല്യാണ വീഡിയോ വരെ സെറ്റായി വരുന്നുണ്ട്. കല്യാണ വീഡിയോ വരെ എനിക്ക് അത്രയും ഇതായിട്ട് എനിക്ക് എടുത്തത് എൻ്റെ മോനാണ്. അവനാണ് എൻ്റെ വ്ളോഗർ. ക്യാമറമാനാണ് എൻ്റെ മോനാണ്. എൻ്റെ കുഞ്ഞു കുട്ടനാണ്. കഴിഞ്ഞോ പോയോ? അയ്യോ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗം തോന്നുന്നുണ്ട്. നിങ്ങളുടെ അമ്മ ചേച്ചി അറിയാൻ നോക്കുക. അമ്മ ചേച്ചിയതാ എല്ലാവരും വരുന്നുണ്ട്. ഇവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെന്താ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഫസ്റ്റ് മൂക്ക വന്നപ്പോൾ മധുരം തരാൻ വന്നപ്പോൾ ഞാൻ കരഞ്ഞു കേട്ടോ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാൻ പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ചേട്ടൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലി ആയിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മുക്കുട്ടി ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ സ്വന്തം വീടാകട്ടെ. ഇങ്ങോട്ടും എല്ലാവർക്കും അത് നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ടും അറിയാം കേട്ടോ. മധുരം തരികയാണ്. ഭയങ്കര ടോട്ടലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. എന്ന് മനസ്സിലായോ?
അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ആദിത്യ. പോകും എല്ലാവരും അറിയാം കേട്ടോ. അച്ചോട്ടനെയും പൊന്നൂച്ചിനൊക്കെ അറിയാം. പൊന്നൂച്ചിനെ വലിയ പരിചയമില്ല, എന്നാലും അറിയാം. അച്ചോട്ടനെ നല്ലോണം അറിയാം. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല, അപ്പോൾ ഓർമ്മയില്ല. പിന്നെയും കോപ്പിറൈറ്റ് സോങ് വന്നു. അപ്പോൾ പിന്നെയും പറയാം. അങ്ങനെ എല്ലാവരും കാണിക്കുകയാണ് കേട്ടോ. ഇതിപ്പം ഫങ്ഷൻ നടക്കുന്നത് 2-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ 2-ാം തീയതിയാണ് ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട് സ്റ്റേജിലോട്ട്. എന്തായാലും വരാത്ത അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാൻ. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം 2 ബ്രൈഡും ഒരു ഗ്രൂമും. അപ്പോൾ നമ്മളെല്ലാവർക്കും കേക്കൊക്കെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് എൻ്റെ അനിയത്തിക്കുട്ടൊക്കെ അവിടെ ഇരിക്കുക. ചേച്ചിമാരും കസിൻസും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതേ എൻ്റെ അമ്മ സുന്ദരി കുട്ടി വരുന്നു. നമുക്ക് നാണാവുന്നുണ്ട്. എൻ്റെ അച്ഛനതാ വന്നിട്ടുണ്ട്, അനിയത്തിയുണ്ട്, മുത്തച്ഛൻ വരും, മൂത്തവരെല്ലാവരും വരും. മുത്തച്ഛൻ വന്നിട്ടതാ എൻ്റെ മുത്തച്ഛൻ. അമ്മക്കൊരു ഷുഗറാണ്. അയ്യോ ഇപ്പോൾ ഒരു കാര്യം നടക്കുന്നത്. നമുക്ക് ആ കേക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി അമ്മ അച്ഛന് കൊടുക്കുകയാണ്. ചോദിച്ചു വയ്യ അതൊക്കെ എവിടെ പറയാനായിട്ട്. മുറിച്ചിട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടി വെച്ച് അങ്ങനെ കഴിഞ്ഞതല്ല, ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെക്കുകയാണ്. മഞ്ഞളല്ല കേട്ടോ, നമ്മൾ ചന്ദനാണ് കഴിച്ചത്. കാരണം വെച്ചാൽ ദിവസം കല്യാണമല്ലേ, അപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ മുഖത്തൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതിപ്പോ ഹൽദി അല്ലേ ഞങ്ങത്. ഇത് ബർത്ത്ഡേ അല്ല, ഇത് ആഗ്രഹിച്ചില്ല മഞ്ഞ കല്യാണം. എവിടെ ലക്ഷ്യം വേണ്ട ഈ
എനിക്ക് ഭക്ഷണം വേണ്ടല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. മധുരം പുറത്തില്ല, ചന്ദനം നോക്കില്ലേ. ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എല്ലാം നാത്തൂനെ കിട്ടുമ്പോ പിന്നെ നാണോ ആടെ എനക്ക് ഇട്ടിട്ട് എന്നാ തുടങ്ങി പറയാനുള്ള കല്യാണം കഴിഞ്ഞോ? എന്നാ പറയാനുള്ള ഇങ്ങോട്ട് വാ. അങ്ങനെ ഇങ്ങോട്ട് വാ. വിളിച്ചിട്ടില്ല. ഗോപാലൊക്കെ പോയിട്ടോ. അച്ചോട്ടാ എനിക്ക് ചിരി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാരും കാണുമ്പോ. അതിന്റെ മോള് നോക്ക് എത്ര സമയം ഒരു വ്ളോഗ് ഞാനെന്താ പറയട്ടെ, ഇവിടെ കൊണ്ടുവരും കൊല്ലാൻ നോക്കിട്ട്. ഞാൻ അന്ന് കല്യാണം സർപ്രൈസ് ആയിട്ട് വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞു ലാസ്റ്റ് മോളെ ഇരുന്നു എന്റെ കല്യാണമാണ്. അതിന് ഹൽദി കഴിഞ്ഞ അതിനെ എങ്ങോട്ടാ അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് അവര് പോയി. ഇനിയിപ്പോ പാർട്ട് 3 കാണാം. നമ്മുടെ ഡാൻസും പരിപാടിയും ഒക്കെ. ബൈ.